ഒരു സാൻഡ്രോക്സിങ്ങിന്റെ അടിഭാഗം ഈ കാണുന്നത് കേട്ടോ, ആകെ തുരുമ്പിച്ചിരിക്കുകയാണ്. ആ കടൽ തീരത്തുള്ള വണ്ടിയാണ്, അതിൻ്റെയാണ് ഈ കാണുന്ന തുരുമ്പ്. അപ്പോൾ ലോറാമും അതുപോലെ സബ്ചേസ് കാണാൻ തുരുമ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോറാമും സബ്ചേസ് അസംബ്ലിഡ് ചേഞ്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൈലൻസർ പൈപ്പ് നമ്മൾ അസംബ്ലിഡ് ചേഞ്ച് ചെയ്യുകയാണ്. അത് നമുക്ക് വെള്ളി എടുക്കാൻ പറ്റില്ല, കാര്യം അതുപോലെ ദ്രവിച്ചിരിക്കുകയാണ്. സബ്ചേസ് മേലാണ് നമുക്ക് എഞ്ചിനൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സബ്ചേസ് വെള്ളി എടുക്കുന്ന റിസ്ക് ആണ്. അപ്പോൾ സബ്ചേസ് ചേഞ്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൈലൻസർ പൈപ്പ് നമുക്ക് വെള്ളി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ റിയർ ആക്സിൽ കാര്യങ്ങളിലൊക്കെ തുരുമ്പുണ്ട്, അതൊക്കെ നമുക്ക് പേപ്പർ ഇട്ട് ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കാവുന്ന കേസുള്ളൂ, അണ്ടർകോട്ട് അടിച്ച് റെഡിയാക്കി എടുക്കാവുന്ന കേസുള്ളൂ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട്. അപ്പോൾ കസ്റ്റമർ ഫുള്ള് എല്ലാ വർക്കും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് രണ്ട് സൈഡിലും നക്കിളിലും ഗിയർ ലിവറിലും എല്ലാത്തിലും തുരുമ്പുണ്ട്. കസ്റ്റമർ എല്ലാ ഏരിയയും കംപ്ലീറ്റ് വൃത്തിയാക്കി നല്ല തുരുമ്പ് കംപ്ലീറ്റ് കളഞ്ഞ് കട്ട് ചെയ്ത് പെയിന്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വർക്ക് ചെയ്യേണ്ടുള്ള നമ്മുടെ വണ്ടി അടിഭാഗത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല നീറ്റായി ഇപ്പോൾ നല്ല വൃത്തിയാക്കി വീലാച്ചങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, ഫുള്ള് പെയിന്റ് അടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഏരിയയും കവർ ആയിട്ടുണ്ട് കേട്ടോ. അണ്ടർ ബോഡി കംപ്ലീറ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതാ വീലാർസ് ഉണ്ട്, വീലാർസ് 4 വീലാർസിനൊക്കെ നല്ല അടിപൊളി അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ മാറിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ സബ്ചീസ് മാറി, അതുപോലെ സൈലൻസറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പീരിയോഡിക് സർവീസ് ഒക്കെ ചെയ്തതാണ്. വീൽ ഡ്രം ഒക്കെ പെയിന്റ് ചെയ്തതാണ്. വീൽ ഡ്രം ആകവും പുറമൊക്കെ ടയറൊക്കെ അഴിച്ചെടുത്ത് ഫുള്ള് പീസാക്കിയിട്ട് പെയിന്റ് ചെയ്തതാണ്. ടയർ അഴിച്ചെടുത്ത് പിന്നെ ആകമൊക്കെ പെയിന്റ് ചെയ്തതാണ്. 4 ടയർ അഴിച്ചെടുത്ത് പെയിന്റ് ചെയ്തതാണ്. വീൽ ബാലൻസിങ് പരിപാടിയൊക്കെ ചെയ്താണ്. അതിൽ എഞ്ചിൻ ഓയിൽ, കൂളന്റ് സാധനങ്ങളൊക്കെ മാറി, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറി, ഇതൊക്കെ മാറി കംപ്ലീറ്റ് വർക്കൊക്കെ തീർത്ത് അത്യാവശ്യം നല്ല മെനയൊക്കെ എടുത്ത് കുറെ ക്ലിപ്പുകളൊക്കെ ഇടാനായിരുന്നു ഇവിടെയൊക്കെ. ആ ക്ലിപ്പുകളൊക്കെ ഇട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ മാറിയ സാധനം ഇതാണ്. വണ്ടി ഇപ്പൊ നല്ല അടിഭാഗം, നല്ല മേൽഭാഗം കേട്ടാ, വണ്ടിയുടെ അടിഭാഗത്ത് പണിത് മൊത്തം. വണ്ടി അതിന് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ നല്ല രീതിക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇനി ഒരു വർഷത്തേക്ക് ഇനി ഭാഗത്തോട്ട് തുരുമ്പിന്റെ അവസ്ഥ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ എഞ്ചിൻ നല്ല വൃത്തിയായിട്ട് ആ റേഞ്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ഏരിയയും കവർ ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. 4 ഫ്ലാപ്പ് വരാനുണ്ട്, അതുപോലെ റിയർ സ്പോയിലർ ഒന്ന് പെയിന്റ് ചെയ്യാനുണ്ട്. ഫ്ലാപ്പ് എത്തിയിട്ടില്ല, ഫ്ലാപ്പ് എന്ന് ഞാൻ പിടിപ്പിച്ച ആ പണി കഴിഞ്ഞു. നമ്മളെപ്പോഴേ വണ്ടിയുടെ മേൽഭാഗത്തേക്കാളും കൂടുതലായിട്ട് നമ്മൾ അണ്ടർ ബോഡിയാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് കേട്ടോ. അണ്ടർ ബോഡി ഞാൻ ആസ്വദിക്കാറില്ല. മേൽഭാഗം നല്ല വൃത്തിയായിട്ട് തൂത്ത് കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാക്കും. വാഷ് ചെയ്യുമ്പോഴും അതെ, മേൽഭാഗം നല്ല വൃത്തിയായിട്ട് തൂത്ത് കുറച്ചെടുക്കും. പക്ഷെ അണ്ടർ ബോഡി ആരും വാഷ് ചെയ്യാറില്ല. അണ്ടർ ബോഡി എപ്പോഴും വാഷ് ചെയ്യേണ്ടത് നിർബന്ധമുണ്ട്. അണ്ടർ ബോഡി വാഷ് ചെയ്തില്ലെങ്കിൽ ആകെ അലമ്പായിരിക്കും വണ്ടി. അണ്ടർ ബോഡി വാഷ് ചെയ്യൽ തുരുമ്പ് കയറാനും വണ്ടിയുടെ ലൈഫ് തന്നെ കുറയാനും ഭയങ്കര ചാൻസ് ആയിട്ടാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രേ ഉള്ളൂ. ഈ വർക്ക് ഏതായിരുന്നു വർക്ക്. നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമുക്ക് ഈ വണ്ടി കാണാൻ നമുക്കൊരു തൃപ്തിയുണ്ട്. നിങ്ങൾക്ക് ആ തൃപ്തി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോടാം. അഭിപ്രായം തൃപ്തി ആയോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റിൽ പറഞ്ഞു. തൃപ്തി ആയിട്ടില്ലെങ്കിലും കമന്റിൽ പറഞ്ഞോട്ടാ.